വീണ്ടും അധികാരത്തിലെത്തിയപ്പോൾ 24 മണിക്കൂറിനുള്ളിൽ യുക്രൈൻ റഷ്യ യുദ്ധം അവസാനിപ്പിക്കുമെന്നായിരുന്നു വാഗ്ദാനം. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായുള്ള ശക്തമായ ബന്ധം ഇത് സാധ്യമാക്കുമെന്നും ട്രംപ് ഉറച്ചു വിശ്വസിച്ചിരുന്നു. എന്നാൽ സെപ്റ്റംബർ 18-ന് ബ്രിട്ടനിലെ പ്രധാനമന്ത്രി കീർ സ്റ്റാർമറുമായുള്ള പത്രസമ്മേളനത്തിൽ നിരാശയോടെ പ്രതികരിക്കുന്ന ട്രംപിനെയാണ് കാണുന്നത്. പുടിൻ താൻ വിചാരിച്ച പോലെ അല്ല എന്നും യുക്രൈൻ യുദ്ധം പ്രതീക്ഷിച്ചതിലും കഠിനമാണെന്നും ട്രംപ് തുറന്നു സമ്മതിച്ചു. ട്രംപിന്റെ ഈ വാക്കുകൾ ലോകരാഷ്ട്രീയത്തിൽ പുതിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. നോക്കാം വിശദമായി. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. പുടിനുമായുള്ള തന്റെ ബന്ധം കൊണ്ട് ഏറ്റവും എളുപ്പം അവസാനിപ്പിക്കാൻ കഴിയുന്ന യുദ്ധമായിരിക്കും യുക്രൈനിലേത് എന്നായിരുന്നു 2024 തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ട്രംപ് അവകാശപ്പെട്ടിരുന്നത്. 2022 യുക്രൈൻ ആക്രമണം ആരംഭിച്ചപ്പോൾ തന്നെയാണ് പുടിനെ സ്മാർട്ട് ലീഡർ എന്ന് വിശേഷിപ്പിച്ച ട്രംപിന്റെ പ്രസ്താവന വരുന്നത്. വ്യക്തിപരമായ ബന്ധവും നയതന്ത്രവും മുന്നിൽ നിർത്തി വേഗത്തിലുള്ള ശാന്തി നടപ്പാക്കുമെന്ന ലളിതമായ കണക്കുകൂട്ടലിലായിരുന്നു ട്രംപ്. എന്നാൽ 2025 വീണ്ടും അധികാരത്തിലെത്തിയ ശേഷം ട്രംപിന്റെ ശ്രമങ്ങൾ പരാജയപ്പെടുന്നതാണ് കണ്ടത്. ജൂലൈയിൽ പുടിനുമായുള്ള ഫോൺ സംഭാഷണത്തിലും ഒരു പുരോഗതിയും ഉണ്ടായില്ല. ഓഗസ്റ്റിൽ അലാസ്കയിൽ നടന്ന സമ്മേളനത്തിൽ യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയുമായി ചർച്ച നടത്താൻ ട്രംപ് പുടിനോട് നിർദ്ദേശിച്ചെങ്കിലും പുടിൻ അത് വിസമ്മതിക്കുകയായിരുന്നു. തന്റെ പ്രതീക്ഷകളെല്ലാം തെറ്റിയെന്ന് തുറന്നു സമ്മതിക്കുകയാണ് ഇപ്പോൾ ട്രംപ്. പുടിൻ തന്നെ നിരാശപ്പെടുത്തിയെന്ന് UK പ്രധാനമന്ത്രി കീർ സ്റ്റാർമറുമായുള്ള സംയുക്ത വാർത്താ സമ്മേളനത്തിൽ ട്രംപ് പറഞ്ഞു. പുടിൻ ഒരുപാട് ആളുകളെ കൊല്ലുന്നുണ്ട്, അതിനേക്കാൾ കൂടുതൽ ആളുകളെ അദ്ദേഹത്തിന് നഷ്ടപ്പെടുന്നുമുണ്ട്. എളുപ്പത്തിൽ പരിഹരിക്കാമെന്ന് കരുതിയെങ്കിലും വിചാരിച്ചതിനേക്കാൾ കഠിനമാണ് യുക്രൈനിലെ യുദ്ധമെന്നും ട്രംപ് പറഞ്ഞു. റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ US സഖ്യകക്ഷികൾ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് നിർത്തണമെന്നും ട്രംപ് ആവശ്യപ്പെട്ടു. എണ്ണവില കുറഞ്ഞാൽ പുടിൻ യുദ്ധത്തിൽ നിന്ന് പിന്മാറുമെന്നാണ് ട്രംപ് പറയുന്നത്. കൂടെ നിൽക്കുന്നവർ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് തുടർന്നാൽ മറ്റു കാര്യങ്ങളിൽ ചർച്ച ചെയ്യാൻ കഴിയില്ല എന്നും ട്രംപ് ചൂണ്ടിക്കാട്ടി. പുടിനെ ശിക്ഷിക്കാൻ മറ്റു വഴികൾ പരിഗണിക്കാൻ താൻ തയ്യാറാണെന്നും ട്രംപ് പറയുന്നുണ്ട്. പുടിൻ തന്റെ യഥാർത്ഥ മുഖം കാണിച്ചുവെന്നായിരുന്നു സ്റ്റാർമറിന്റെ പ്രസ്താവന. യുക്രൈന് കൂടുതൽ സഹായം നൽകണം. അധിനിവേശം ആരംഭിച്ചതിന് ശേഷമുള്ള ഏറ്റവും വലിയ ആക്രമണമാണ് സമീപ ദിവസങ്ങളിൽ നടന്നത്. കൂടുതൽ രക്തച്ചൊരിച്ചിലുകൾക്കും കൂടുതൽ നിരപരാധികളുടെ കൊലപാതകങ്ങൾക്കും നാറ്റോയുടെ വ്യോമാതിർത്തിയുടെ ലംഘനങ്ങൾക്കും ഇത് കാരണമായി. ഇതൊന്നും സമാധാനം ആഗ്രഹിക്കുന്ന ഒരാളുടെ പ്രവൃത്തി അല്ല എന്നും സ്റ്റാർമർ കൂട്ടിച്ചേർത്തു. മോസ്കോ യുക്രൈനുമായി ഒരു വെടിനിർത്തൽ കരാറിൽ എത്തണമെന്നും അല്ലെങ്കിൽ പുതിയ ഉപരോധങ്ങൾ നേരിടേണ്ടി വരുമെന്നും ട്രംപ് ആവർത്തിച്ച് സമയപരിധി നിശ്ചയിച്ചിരുന്നെങ്കിലും അതെല്ലാം അവഗണിക്കപ്പെട്ടു. റഷ്യൻ ദ്രവീകൃത പ്രകൃതിവാതക ഇറക്കുമതി വേഗത്തിൽ ഘട്ടം ഘട്ടമായി നിർത്തലാക്കാനുള്ള വഴികൾ യൂറോപ്യൻ യൂണിയൻ ആലോചിക്കുന്നുണ്ട്. ഈ പശ്ചാത്തലത്തിൽ കൂടിയാണ് ട്രംപിന്റെ പ്രസ്താവന വരുന്നത്. എന്നാൽ യൂറോപ്യൻ യൂണിയൻ റഷ്യൻ എണ്ണ വാങ്ങുന്നത് പൂർണ്ണമായും തടയാൻ ട്രംപിന് കഴിയില്ല എന്നാണ് വിലയിരുത്തൽ. യൂറോപ്യൻ യൂണിയൻ അകത്തു തന്നെ ഇതിനെ ചൊല്ലി വ്യത്യസ്ത അഭിപ്രായങ്ങൾ നിലനിൽക്കുന്നുണ്ട്. 2022 യുക്രൈൻ യുദ്ധം ആരംഭിച്ചത് മുതൽ മിക്ക യൂറോപ്യൻ രാജ്യങ്ങളും റഷ്യയിൽ നിന്ന് നേരിട്ട് എണ്ണ വാങ്ങുന്നത് നിർത്തിയിട്ടുണ്ട്. എങ്കിലും ഹംഗറി ഉൾപ്പെടെ കിഴക്കൻ യൂറോപ്പിലെ രാജ്യങ്ങളിലേക്ക് ചെറിയ അളവിൽ എണ്ണ എത്തുന്നുണ്ട്. ഇതിനിടെ നാറ്റോ വഴി യുക്രൈന് $3.5 ബില്യൺ ആയുധങ്ങൾ നൽകുന്നതിനെ കുറിച്ച് സ്റ്റാർമറും ട്രംപും ചർച്ച ചെയ്തു. യുക്രൈനേക്കാൾ റഷ്യൻ സൈനികരാണ് കൂടുതൽ കൊല്ലപ്പെടുന്നതെന്ന് ട്രംപ് ഇതിനിടെ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. 2025 തുടക്കത്തിൽ 50,000-ലധികം റഷ്യൻ സൈനികർ മരിച്ചുവെന്നാണ് കണക്ക്. അതേസമയം ട്രംപിന്റെ നിരാശ അമിത പ്രതീക്ഷകളുടെ ഫലമാണെന്ന് പറഞ്ഞ് പുടിൻ രംഗത്തെത്തുകയും ചെയ്തു. യുക്രൈൻ യുദ്ധം ഒരു പ്രത്യേക ഓപ്പറേഷൻ മാത്രമല്ല, റഷ്യയുടെ ദേശീയ സുരക്ഷയുടെ അടിസ്ഥാനമാണെന്നാണ് പുടിൻ പറയുന്നത്.